ഗുരു ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശാനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമന്നാരായണീയം ദശകം 45 ബാലലീല. ആയി സബലമുരാരേ പാണിജാനുപ്രചാരൈ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരശിഞ്ചാശ്രവണകുതുകഭാജൗ ചേരതുശ്ചാരുവേഗാത് മൃദു മൃദു വിഹസന്താ ഉന്മിഷന്തന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്തവ്യാളഗത്കങ്കണാംഗൗ മതിമഹരതമുച്ചൈ പശ്യതാം വിശ്വനൃണാം അനുസരതി ജനൗഖേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദനപദ്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാഥേ കൗതുകം വാസുദേവ ദ്രുതഗതിഷു പതന്താവുത്ഥിതൗ ലിപ്തഭംഗൗ ദിവി മുനിഭിരഭംഗൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമഥ ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ ദ്രാഗ്യുവാം ചുംബിതൗ ച സ്നുതകുചഭരമംഗേ ധാരയന്തി ഭവന്തം തരളമതിയശോദാസ്തന്യദാ ധന്യധന്യ കപടപശുപമധ്യേ മുഗ്ധഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ തദനു ചരണചാരി ദാരകൈ സാകമാരാന്നിലയതതിഷു ഖേലൻ ബാലചാപല്യശാലീ ഭവനശുകവിലാളാൻ വത്സകാംശ്ചാനുധാവൻ കഥമപി കൃതഹാസൈർഗോപകൈർവാരിതോഭൂ ഫലധരസഹിതസ്ത്വം യത്ര യത്രോപയാതോ വിവശപതിതനേത്രാ തത്ര തത്രൈവ ഗോപ്യ വികളിതഗൃഹകൃത്യാ വിസ്മൃതാപത്യഭൃത്യാ മുരഹര മുഹുരത്യന്താകുലാ നിത്യമാസൻ പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛൻ കളപദമുപഗായൻ കോമളം ക്വാപി നൃത്യൻ
സദയയുവതിലോകൈരർപ്പിതം സർപ്പിരശ്നൻ ക്വചന നവവിപക്വം ദുഗ്ധമപ്യാപിപത്വം മമ ഖലു ബലിഗേഹേ യാചനം ജാതമാത്താമിഹ പുനരബലാനാമഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമതി കിം ദേവ സന്ത്യജ്യയാജ്ഞാം ദധികൃതമഹരസ്ത്വം ചാരുണാചോരണേന തവ ദധികൃതമോഷേ ഘോഷയോഷാജനാനാമഭജത ഹൃതിരോഷോ നാവകാശം ന ശോക ഹൃദയമഭിമുഷിത്വാ ഹർഷസിന്ധൗന്യഥാസ്ത്വം സമമ ശമയ രോഗാൻ വാദഗേഹാധിനാഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയത്തിലെ 45-ാം ദശകം ഭഗവാന്റെ ബാലലീലകളാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു ഗർഗമഹർഷി വന്ന് ഉണ്ണികളുടെ നാമകരണം ചെയ്തതും അവരുടെ ജാതകർമ്മഫലം ഒക്കെ നോക്കി പറയുകയൊക്കെ ചെയ്തുല്ലോ. വളരെ നല്ലൊരു ജാതക ഫലമാണ് ഗർഗമഹർഷി നന്ദഗോപരുടെ മുന്നിൽ കാഴ്ചവെച്ചത്. ഈ ഉണ്ണികൾ രണ്ടുപേരും അത്യത്ഭുതകരമായിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്യും എന്നാണ് ഗർഗമഹർഷിയുടെ പ്രവചനം. അസുരന്മാരെയൊക്കെ ജയിക്കും, ഇഷ്ടജനങ്ങളെയൊക്കെ സുഖമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവരുടെ ദുഃഖങ്ങളൊക്കെ തീർത്തുകൊണ്ട് ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിക്കും. മാത്രമല്ല ഈ ഉണ്ണിയുടെ, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണൻ്റെ രണ്ടുപേരുടെയും നിർമ്മലമായിട്ടുള്ള കീർത്തി അത് ലോകം മുഴുവൻ വളരെയധികം പ്രസിദ്ധമായി തീരും. അങ്ങനെ വളരെ വിശേഷങ്ങളായിട്ടുള്ള പലതും പറഞ്ഞു കൊടുത്തു ഗർഗമഹർഷി. നാരായണ സമോ ഗുണാൻ എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നാരായണൻ തന്നെയാണ് എന്നങ്ങോട്ട് പറഞ്ഞില്ല. ശ്രീഹരി തന്നെയാണ് അവതരിച്ചിരിക്കുന്നത് എന്ന് തുറന്നു പറയാതെ ഗർഗമഹർഷി ഭഗവാനെ പറ്റിയിട്ട് വർണ്ണിച്ച് കൽപ്പിച്ചു നന്ദഗോപരോട്. പിന്നീട് ആ ഗർഗമുനി അവിടുന്ന് ഇറങ്ങി സ്ഥലം വിട്ട് പോയപ്പോൾ ഈ ഉണ്ണി കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞു. രണ്ട് ഉണ്ണികളും വലുതായി വരികയാണ്. കഷ്ടിച്ചിങ്ങനെ നീന്തി തുടങ്ങി. ചെറിയ ഉണ്ണികൾ നീന്തി കളിക്കുന്ന കണ്ടാൽ തന്നെ എന്തൊരു കൗതുകം അല്ലേ. ബലരാമനോട് കൂടി കൃഷ്ണനും ബലരാമനും രണ്ടുപേരും കുറച്ച് നീന്തി നടക്കണു, കുറച്ച് കഴിഞ്ഞ് മുട്ടുകുത്തി നടക്കണു. വീടിൻ്റെ ഓരോരോ മുക്കിലും മൂലയിലും അവർ ഓടി മുട്ടുകുത്തി നടക്കാൻ തുടങ്ങി. കാലിൽ തളകളൊക്കെ ഇട്ടുകൊണ്ടും രസകരമായ തളയുടെ കിലുക്കം അനുഭവിച്ചുകൊണ്ടുമൊക്കെ ആ ഗൃഹം വളരെ ആനന്ദമയമായി തീർന്നു എന്നർത്ഥം. കാലടികളിൽ നിന്നുണ്ടാകുന്ന ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും അത്ഭുതത്തോടുകൂടിയും ആശ്ചര്യത്തോടുകൂടിയൊക്കെ ഉണ്ണികളെ നോക്കാനായിട്ട് തുടങ്ങി. ഐ സബലമുരാരേ പാണിജാനുപ്രചാരൈ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതകരണകഞ്ചൗ മഞ്ജുമഞ്ജീരസിഞ്ചാശ്രവണ കുതുകഭാജോ ചേരതുശ്ചാരുവേഗാൽ. ഐ സബല ബലനോടുകൂടി, ബലരാമനോട് കൂടിയ കൃഷ്ണൻ ഭവന്തോ പാണിജാനുപ്രചാരൈ മുട്ടുകുത്തി നടന്നുകൊണ്ട് ആ വീടിൻ്റെ ഭവനത്തിൻ്റെ ഓരോരോ മുക്കിലും മൂലയിലൊക്കെ ഭവനഭാഗാൻ കിമപി ഭൂഷയന്തവും
എന്തെന്നറിവില്ലാത്ത ആകർഷണം വാരി വിതറിക്കൊണ്ട് മഞ്ജുമഞ്ജീരശിഞ്ചാശ്രവണ കുതുകഭാജവും മഞ്ജുമഞ്ജീരമായിട്ടുള്ള കേൾക്കാൻ കൊതിയുള്ള താളകളുടെ കിലുക്കം കിലുക്കൊക്കെ ഇട്ടുകൊണ്ട് ചലിത ചരണകഞ്ചവും വേഗാൽച്ചാരു ചേരതവും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ണികളുടെ കളിയും ആ തളകിലുക്കൊക്കെ കേട്ടുകൊണ്ട് ആ ഗൃഹം മുഴുവൻ ആനന്ദപൂരിതമായി തീർന്നു എന്ന് പറയാം. കാലേന വൃജതാൽപേന ഗോകുലേ രാമകേശവോ ജാനുഭ്യാം സഹ വാണിഭ്യാം ലിംഗമാണോ വിജഹൃതു. ശ്രീമദ് ഭാഗവതത്തിലെ ബാലലീല വർണ്ണിക്കുമ്പോൾ ദശമം 8-ാമത്തെ അധ്യായത്തിലെ 21 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങളാണ് ഈ ദശകത്തിലെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് സംഗ്രഹിച്ചിരിക്കുന്നത്. അങ്ങനെ വ്രജത്തിൽ നിന്ന് ഗർഗമഹർഷി പോയതിനു ശേഷം രാമകേശവവും ജാനുഭ്യാം പാണിഭ്യാം സഹ, രണ്ടുപേരും രാമനും കൃഷ്ണനും മുട്ടുകൊണ്ടും കൈകളെ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുകുത്തി നടന്നുകൊണ്ട് വിജഹ്രതു കളിച്ചു എന്ന് പറയാണ്. ഈ ലീല കാണാൻ ഭാഗ്യമുണ്ടായ ഗോകുലവാസികളുടെ ആ ഭാഗ്യം തന്നെയാണ് പരമമായ ഭാഗ്യം എന്ന് കാണിക്കാനാണ് ഗോകുലേ എന്നുള്ള പദപ്രയോഗം. എല്ലാവരെയും രമിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ രാമൻ എന്നുള്ള നാമധേയം സ്വീകരിച്ചു ബലരാമൻ. സുന്ദരനാണ് ശ്രീകൃഷ്ണൻ എന്ന് കാണിക്കുന്ന കേശവൻ എന്നുള്ള പദം. രാമനേക്കാൾ പ്രകാശിക്കുന്നവനാണ് കേശവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് സാരമായിട്ടെടുക്കാം. മൃദുമൃദു വിഹസന്താവുന്മിഷന്തന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിത കരാന്ത വ്യാലകൽ കങ്കണാംഗൗ മതിമഹരത മുച്ചൈ പശ്യതാം വിശ്വനാം. മൃദുമൃദു വിഹസന്തൗ, മൃദുവായിട്ടുള്ള മന്ദഹാസം പൊഴിച്ചുകൊണ്ടുള്ള പുഞ്ചിരിച്ചുകൊണ്ടുള്ള ഉന്മിഷദന്തവന്തൗ, ആ പുഞ്ചിരിക്കുമ്പോൾ കുട്ടികളുടെ പല്ലുകൾ എങ്ങനെ തെളിഞ്ഞു കാണും, എന്തൊരു ഭംഗിയാണ് അത് കാണാൻ. മുഖത്തേക്കാണെങ്കിൽ വദനപതിത കേശവും, ആ വദനത്തിലേക്ക് കേശങ്ങൾ വീണിരിക്കുന്നു. തലമുടിയൊക്കെ മുഖത്തേക്ക് ഇങ്ങനെ ചുരുണ്ട തലമുടി അത് മുഖത്തേക്ക് ഇങ്ങനെ വീണ് കിടക്കണു. ദൃശ്യപാദാബ്ജദേശവും ഭുജഗളിത കരാന്തവ്യാലകൾ കങ്കണാംഗവും. ഭുജഗളിത കരാന്തം, കൈത്തണ്ടകളിൽ നിന്ന് ഊർന്ന് മണിഭാഗത്ത് തിങ്ങി നിൽക്കുന്ന കൈവളകൾ, ആ കൈവളകൾ അല്പം ലൂസായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും കയ്യിൽ നിന്ന് ഇറങ്ങി എന്നർത്ഥം. അതൊക്കെ എല്ലാവരെയും കാണുന്നവരുടെയൊക്കെ പശ്യതാം വിശ്വനാം മതിയും. ആരൊക്കെയാണ് അത് കാണുന്നത്, ആരൊക്കെയാണ് അതൊക്കെ കാണാൻ ഭാഗ്യമുണ്ടായത്, അവരുടെയൊക്കെ അന്ധകരണത്തെ അങ്ങേയറ്റം ആകർഷിക്കണു എന്നർത്ഥം. താവംഘയുഗ്മനുകൃഷ്ടസരീസൃപന്തവും ഘോഷപ്രഘോഷരുചിരം മൃജകർദ്ദമേഷു തന്നാദഹൃഷ്ടമനസാവനുസൃത്യലോകം മുക്തപ്രഭീതവൽ ഉപേയതുരന്തിമാത്രോഹം. കുട്ടികളങ്ങനെ മുട്ടുകൾ വീണ്ടും വീണ്ടും വലിച്ചുകൊണ്ടിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവരുടെ കൈകളിലും കാലുകളിലും മരകളിലൊക്കെ കെട്ടിയിരിക്കുന്ന വളകൾ, തളകളൊക്കെ, കിങ്ങിണികളൊക്കെ ഓരോരോ ശബ്ദം, പല വിധത്തിൽ ശബ്ദം പുറപ്പെടുവിക്കണം. അത് കേൾക്കുമ്പോൾ ആ കുട്ടികൾക്കും വളരെ ഉത്സാഹം കൂടും. എവിടെ നിന്നൊക്കെയാണ് ശബ്ദം ഉണ്ടാകുന്നതെന്ന് നോക്കിക്കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നുകൊണ്ടും, അങ്ങനെ ഓടി നടക്കുമ്പോൾ മുറ്റത്തൊക്കെ പശുക്കളുടെ മൂത്രം ചാണകമൊക്കെ ആയിട്ടുണ്ടാവും. അത്തരം സ്ഥലങ്ങളൊക്കെ ഒന്നും പോകരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ണികളൊക്കെ അങ്ങോട്ടൊക്കെ ഓടി നടക്കത്രേ. അങ്ങനെ കുട്ടികളെ ഇങ്ങനെ ചളിയിലൊക്കെ ചാടി കളിക്കുന്നതും മുട്ടുകുത്തി കളിക്കുന്നതും എല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി
അവരുടെ അരികത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ അവർ പരിചയമുണ്ടെന്നുള്ള മട്ടിൽ കുറച്ച് അടുത്തേക്ക് നടക്കുന്നതാണ്, മുട്ടുകുത്തി നടക്കും. പക്ഷേ അടുത്തെത്തുമ്പോഴാണ് മുഖത്തിനൊരു പരിചയമില്ല എന്ന് കാണുമ്പോൾ തങ്ങളുടെ അമ്മമാരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ഉപേയതു അന്തിമാത്രോ, അമ്മമാരുടെ അടുത്തേക്ക് തിരിച്ചു ഓടിപ്പോകുന്ന കുട്ടികൾ. അങ്ങനെ ഒരു പരിചയക്കേടൊക്കെ കാണിച്ചുകൊണ്ടും ഒക്കെയായിരുന്നു അവരുടെ കളികൾ. അനുസരതി ജനൗഖേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹ സന്തൗ ദ്രവന്തൗ വരിതവദനപത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാഥേ കൗതുകം വാസുദേവാം. ഗോപന്മാരും ഗോപിമാരുമായിട്ടുള്ള എല്ലാവരും, ചുറ്റുവട്ടമുള്ള എല്ലാ ജനങ്ങളും അയൽവക്കക്കാരും ഒക്കെ വളരെ കൗതുകത്തോടുകൂടി ആ കളികളെ കണ്ടിങ്ങനെ രസിച്ച് നിൽക്കുമ്പോൾ ജനൗഖേ കൗതുകവ്യാകുലാക്ഷേ അനുസരതി കിമവി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തവും. എന്തോ ഒരു ഒച്ചയ്ക്ക് ഉണ്ടാക്കും, എന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുതിച്ചുകൊണ്ട് ഓടും രണ്ടുപേരും. അങ്ങോട്ടും ഇങ്ങോട്ടും മുഖമൊക്കെ വെട്ടിത്തിരിച്ചുകൊണ്ടും പെട്ടെന്ന് പിന്നിലേക്ക് തന്നെ ഉറ്റുനോക്കുന്നതായിട്ടുള്ള ആ വസുദേവപുത്രനായിട്ടുള്ള രാമനും കൃഷ്ണനും. കിം ഇവ കൗതുകം എന്ന് വിദധാതെ, എന്തൊരു കൗതുകം ഉണ്ടാക്കിയത് പറയാം. ആ കുട്ടികളുടെ ഇത്തരം ചപല കളികളൊക്കെ കാണുമ്പോൾ എന്തൊരു കൗതുകമാണ് നമുക്ക് തോന്നുക പ്രാണികൾക്ക്. ദ്രുതഗതിഷു പതന്താവുദ്ധിതൗ ലിപ്ത പങ്കൗ ദിവി മുനിഭീരപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമഥ ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ ദ്രാക്യുവാം ചുംബിതൗ ചാം. അങ്ങനെ ഓടി നടക്കുന്നതിനിടയ്ക്കാണ് പെട്ടെന്ന് തട്ടിപ്പിടഞ്ഞങ്ങൾ വീഴും താഴത്തേക്ക്. ചിലപ്പോൾ മേത്തൊക്കെ ലിപ്തപങ്കവും അഴുക്ക് പുരളുന്നർത്ഥം. ദ്രുതഗതിഷു പതന്തോ ഉത്ഥിതോ ലിപ്തപങ്കവും. അങ്ങനെയുള്ള ദിവി അപങ്കൈ മുനിഭി സസ്മിതം മധ്യമാനോ യുവാം. ആ സമയത്ത് ആകാശത്ത് നിന്ന് മഹർഷിമാരൊക്കെ ഇപ്പോഴും ശുദ്ധഹൃദയരായിട്ടുള്ള മഹർഷിമാര് പുഞ്ചിരിയോടെ ഭഗവാനെ ഇങ്ങനെ വന്ദിക്കുന്നുണ്ടാവും. രണ്ടുപേരെയും കൈകൂപ്പി നിന്ന് തൊഴുതുകൊണ്ടിരിക്കുകയായിരിക്കും മുനീശ്വരന്മാരൊക്കെ. അവർക്കെല്ലാം അറിയാലോ ആരാണ് ഈ ഉണ്ണികളെന്ന് നല്ലപോലെ അറിയുന്ന മുനീശ്വരന്മാർ. അഥ ദ്രുതം ജനീഭ്യം സാനുകമ്പം ഗൃഹീതോ. അങ്ങനെ ഓടി യശോദാമ്മയൊക്കെ ഓടി വന്ന് നോക്കുമ്പോൾ, രോഹിണി ദേവിയും യശോദാമ്മയൊക്കെ ഓടി വരുമ്പോൾ കുട്ടികളെ മേത്തെല്ലാം ചളിയാക്കി അങ്ങനെ അവിടെ കളിച്ച് തിമർക്കണ കണ്ടു കഴിഞ്ഞാൽ തെരുതെരെടുത്ത് ചുംബിക്കെന്ന് പറയണം. ദ്രാക് പരിരബ്ധവും മുഹു അപ്പി ചുംബിതവും ചാം. ആ അമ്മമാർക്ക് എന്തെന്നില്ലാത്തൊരു സ്നേഹം ആ ഉണ്ണികളുടെ മേത്ത് ചളിയുണ്ടോ എന്നൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. രണ്ട് ഉണ്ണികളെ എടുത്ത് അങ്ങോട്ട് വാരിയെടുത്ത് ചുംബിക്കും എന്ന് പറയാണ്. തന്മാതരോ നിജസുതോ ഘൃണയാസ്നുവന്ധ്യൗ പങ്കാംഗരാഗരുചിരാവുപഗുഹ്യദോർഭ്യാം ദത്വാസ്തനം പ്രവിപതോസ്മമുഖം നിരീക്ഷ്യ മുക്തസ്മിതാൽപദശനം യയതു പ്രമോദം. അമ്മമാര് രണ്ടുപേരും ഓടിവരും. സ്നേഹം കൊണ്ട് അവരുടെ പാലൊക്കെ ഇങ്ങനെ ചെറുത്തുന്നുണ്ടാവും പറയാ. സ്ഥലത്തിൽ നിന്ന് ചേറാണ് ശരീരത്തിൽ ചെയ്യുമ്പോഴും ചേറും കുറിക്കൂട്ടുകളൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും. എന്നാലും ആ പുത്രന്മാരെ എടുത്ത് രണ്ട് കൈകളെ കൊണ്ടും തങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് ആലിംഗനം ചെയ്തിട്ട് സ്ഥാനത്തേക്ക് കൊടുക്കുന്നതാണ്. ആ മുല കൊടുത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി ആ കുട്ടികളെ അത് കുടിക്കുന്ന ആ സമയത്ത് മുക്തസ്മിത അല്പദശനം, സന്തോഷത്തോടുകൂടി മനോഹരമായ പുഞ്ചിരിയോടുകൂടി പുഞ്ചിരിക്കുന്ന ആ ഉണ്ണികളെ അവരുടെ മുഖത്ത് ഇങ്ങനെ നന്നായി നോക്കത്രേ അമ്മമാര്.
പ്രമോദം വ്യയതു, വല്ലാത്ത സന്തോഷം ആ അമ്മമാർ അനുഭവിച്ചു എന്ന് പറയുകയാണ്. കുട്ടികളുടെ പുഞ്ചിരി കണ്ട ഏത് അമ്മമാർക്കാണ് സന്തോഷം ഉണ്ടാവാതിരിക്കുക? രോഹിണി ദേവിയും യശോദാദേവിയും ഈ രണ്ട് കുട്ടികളെയും മേത്ത് മുഴുവൻ ചളിയൊക്കെ പുരണ്ടിട്ടുണ്ടെങ്കിലും ശരി, അതൊന്നും പ്രശ്നമാകാതെ തന്നിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന ആ മുലപ്പാല് ഉണ്ണികളുടെ വായിൽ വെച്ചു കൊടുത്തുകൊണ്ട് രണ്ട് കൈകൾ കൊണ്ടും മുല പിടിച്ച് നന്നായി കുടിക്കുമ്പോൾ ആ പാലിൻ്റെ സ്വാദ് അനുഭവിച്ചുകൊണ്ട് വയറ് നിറയുന്നു. അത് കാണുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ആനന്ദം, ആ പുഞ്ചിരി, അതെല്ലാം കണ്ടുകൊണ്ട് അതിമനോഹരങ്ങളായിട്ട് പല്ലുകളുള്ള ആ പുത്രന്മാരുടെ, തൻ്റെ മക്കളുടെ മുഖത്തേക്ക് നന്നായി നോക്കിക്കൊണ്ട് അമ്മമാർ അങ്ങനെ സന്തോഷിച്ചു എന്ന് പറയുന്നു. ശ്രുതകുജഭരമംഗേ ധാരയന്തി ഭവന്തം തരളമതിശോദാസ്തന്യതാ ധന്യധന്യ. കപടപശുപമധ്യേ മുഗ്ധാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷാം. സ്നുതകുജഫലം ധന്യധന്യ യശോദാം. നല്ലപോലെ സ്നത്തിൽ നിന്നങ്ങനെ പാല് ചുരത്തി വരുമ്പോൾ യശോദാമാം ഭവന്തം അങ്കേ ധാരയന്തി തരളമതി സന്യതാം. ആ ഉണ്ണിക്കണ്ണനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് വാത്സല്യത്തോടു കൂടി തുളുമ്പുന്ന മനസ്സോടു കൂടിയിട്ട് ആ മുല ഉണ്ണികൾക്ക് കൊടുക്കുമ്പോൾ മധ്യേ കപട പശുപാം, അല്ലയോ കപട പശുപ എന്ന് പറയാണ്. യഥാർത്ഥമായിട്ട് ഗോപാലനൊന്നല്ലല്ലോ. ഗോപാലനെ പോലെ ഗോപാലനായി തീരേണ്ട ഈ ഉണ്ണി യഥാർത്ഥത്തിൽ ഗോപാലനൊന്നല്ല എന്നറിയുന്ന കവി സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കപട പശുപാം തേ മുഗ്ധാസാങ്കുരം, അങ്ങയുടെ മനോഹരമായിട്ട് ചെറുപുഞ്ചിരി കലർന്നതായിട്ടുള്ള ആ പല്ലുകൾ, ഹൃദ്യം വക്ത്രം വീക്ഷ, അത് കണ്ടുകൊണ്ട് ഹൃദ്യമായിട്ട് സന്തോഷത്തോടു കൂടി ജഹർഷ, കൗതുകജനകമായിട്ടുള്ള മുഖത്തെ നോക്കിക്കൊണ്ട് പരമാനന്ദ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാണ്. അങ്ങനെ ഉണ്ണികളിങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ വർണ്ണിക്കുന്നു. യർഹ്യങ്കനാദർശനീയ കുമാരീലാവന്തർവ്രജേ തദബലാം പ്രഗൃഹീതപുച്ഛൈഃ വത്സൈതസ്തത ഉഭാവനുകൃഷ്യമാണോ പ്രേക്ഷന്ത്യ ഉച്ഛിതഗൃഹാം യഹുഷുർ ഹസന്ത്യാം. ഗോകുലത്തിലെ മറ്റുള്ളവരൊക്കെ സ്ത്രീകളും ഒക്കെ വരുത്ര ഈ കുട്ടികളുടെ കളി കാണാനായിട്ട്. ഈ കുമാരന്മാരെ കുറച്ചും കൂടി വലുതായി മുട്ടുകുത്തി കുറച്ച് എഴുന്നേറ്റ് നിന്നു തുടങ്ങി. പശുക്കുട്ടികളുടെ വാലിലൊക്കെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അപ്പോൾ പശുക്കുട്ടികൾ ഇവരെയും വലിച്ചുകൊണ്ട് നാലു ഭാഗത്തേക്കും സഞ്ചരിക്കുന്നത് കാണുമ്പോൾ ആ നേരം പൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കത്ര സ്ത്രീകൾ, അയൽവക്ക സ്ത്രീകളൊക്കെ. അവർക്ക് തൻ്റെ വീട്ടിലുള്ള പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്ന് ഓർമ്മ പോലും ഇല്ലാതെ, അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ അവരങ്ങനെ മറന്നു നിൽക്കുന്നതാണ്. കുട്ടികളെ ഇവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതും ഇവർ പശുക്കുട്ടികളെ വലിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ നോക്കിക്കൊണ്ട് ആ ചിരിച്ചുകൊണ്ട് അങ്ങനെ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണാം. ശൃംഗ്യ അഗ്നി ദംശ്രീ അഹിജലദ്വിജകണ്ഠകേഭ്യ ക്രീഡാപരാവധിജലോസു സുതോ നിഷേദ്ധം ഗൃഹ്യാണി കർത്തുമവിയത്ര നതജ്ജനന്യോ ദേശേകാത ആപതുരലം മനസോനവസ്ഥാം. ശൃംഗ്യ അഗ്നി ദംശ്രഹിജല ദ്വിജകണ്ഠകേഭ്യ. കുട്ടികളുടെ ഒരു കളി, മൃഗങ്ങളെ, വലിയ കൊമ്പുള്ള കാളകളെ, പശുക്കളൊക്കെ ഉണ്ട്. കൊമ്പുകളുള്ള പശുക്കളെ, മൃഗങ്ങളെ, നല്ല കൂർത്ത ദംഷ്ട്രകളുള്ള അഗ്നി, എന്താ പറയുക, മൃഗങ്ങളെ, സർപ്പങ്ങളെ, വെള്ളം, പക്ഷികളെ, മുള്ളുകളെ, അങ്ങനെ
ഇന്നതെന്നില്ല കുട്ടികളുടെ കളി. ഒരു ദിക്കിലിരിക്കാണ്ട് പല ദിക്കിലും ഓടി നടന്നുകൊണ്ട് പശുക്കളുടെയും നായ്ക്കളുടെയൊക്കെ പിന്നാലെ ഓടി അവയുടെ കൊമ്പുകളിലും വാലുകളിലൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് ഓടിക്കത്രേ. തീയുള്ള സ്ഥലത്തിൽ കൂടെയൊക്കെ ഓടിക്കുന്നാണ് പറയണം. സർപ്പത്തിനെയൊക്കെ കാണുമ്പോൾ യാതൊരു ഭയം കൂടാതെ അവയെ പിടിക്കാനായിട്ട് ഓടും. അങ്ങനെ ഓടുമ്പോൾ മുള്ളുള്ള വീട്ടിലെ തൊടികളിൽ കൂടെയൊക്കെ സഞ്ചരിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഈ മൃഗങ്ങളുണ്ടെന്നോ അതിൻ്റെ അപകടം സംഭവിക്കുമെന്നോ അങ്ങനെയൊന്നും കുട്ടികൾക്ക് ചിന്തയില്ല. അതൊന്നും അപകടമൊന്നും വരാതെ കഴിക്കാൻ വേണ്ടി അമ്മമാർ കുട്ടികളുടെ പിന്നാലെ ഇങ്ങനെ ഓടി നടക്കും. ആ സമയത്തൊന്നും അവർക്ക് വീട്ടുകാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ സമയമുണ്ടാവില്ല. എപ്പോഴും കുട്ടികളുടെ പിന്നാലെ ഓടി നടന്നുകൊണ്ട് അല്പം പോലും സമയം ഗൃഹകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ കുട്ടികൾ എന്തെങ്കിലും അപകടത്തിൽ ചാടുമോ എന്ന് പേടിച്ചുകൊണ്ട് അവരിങ്ങനെ പിന്നാലെ ഓടുന്നർത്ഥം. ഇങ്ങനെ വീട്ടുവേലയൊക്കെ പകുതി ചെയ്തുകൊണ്ടും കുട്ടികളുടെ പിന്നാലെ നടക്കലൊക്കെ ആയിക്കൊണ്ട് രോഹിണി ദേവിയും യശോദാമ്മയൊക്കെ മനസ്സമാധാനമില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു എന്ന് പറയാൻ വേണമെങ്കിൽ. എന്താണെങ്കിലും ശ്രീകൃഷ്ണനോടുള്ള പ്രേമാധിക്യം നിമിത്തം ഏത് പ്രവൃത്തി ചെയ്യുന്ന സമയത്തും അവർ ശ്രീകൃഷ്ണനെ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. അതവരുടെ ഭാഗ്യം തന്നെയല്ലേ. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ തന്നെ വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് എത്രയോ ഭാഗ്യം. ബ്രഹ്മാദി ദേവന്മാർ പോലും മോഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്നേഹം അത് ഇവർക്ക് ലഭിച്ചു എന്നർത്ഥം, യശോദാമ്മയ്ക്കും രോഹിണി ദേവിക്കുമൊക്കെ. അതുകൊണ്ട് പുത്രന്മാരുടെ പേരിൽ സ്നേഹാധിക്യം നിമിത്തം മനസ്സമാധാനമില്ലാതെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് വേണ്ടത്. ഒരു ഗൃഹസ്ഥാശ്രമികൾക്ക് അനുഭവിക്കാവുന്ന സുഖത്തിൻ്റെ പരമമായ കാഷ്ഠ എന്ന് പറയുകയാണ്. പ്രത്യേകിച്ചും കൃഷ്ണനോടും രാമനോടും ഒക്കെ ഒരു സ്നേഹം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിലേറെ ഒരു ജീവിത ഭാഗ്യം വേറെ ആർക്ക് കിട്ടാനാണ്? ഈ ഒരു സുഖം ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ ഓരോരുത്തരും ജ്ഞാനികളൊക്കെ കൂടി പലരും വലിയ വലിയ യാഗങ്ങളൊക്കെ നടത്തി, പുത്രകാമേഷ്ടി മുതലായുള്ള യാഗങ്ങളൊക്കെ നടത്തി നല്ല ഉണ്ണി ഉണ്ടാവാനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. പക്ഷെ അത്തരം യാഗങ്ങളെല്ലാം കർമ്മങ്ങളൊക്കെ ചെയ്തുണ്ടാകുന്ന കുട്ടികളൊക്കെ അല്ലെങ്കിൽ അത്തരം ജീവിത രീതി വിഷയബന്ധത്തെ ദൃഢപ്പെടുത്തി കൊണ്ടുവരിക ചെയ്യുക. സാധാരണ സംസാരത്തെ വർദ്ധിപ്പിക്കുക ചെയ്യുക. നേരെ മറിച്ച് ആ സ്നേഹം ഭഗവാൻ കൃഷ്ണനിലോ രാമനിലോ അർപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംസാര ക്ലേശത്തൊക്കെ എല്ലാം നശിപ്പിച്ച് പരമാനന്ദത്തെ ലഭിക്കാനായിട്ട് സാധ്യത ഉണ്ടാക്കി തരും. അങ്ങനെ ഉണ്ടാക്കിക്കൊടുത്ത ഈ യശോദാമ്മയുടെയും രോഹിണിയുടെയൊക്കെ ഭാഗ്യം ആലോചിച്ച് നോക്കൂ എന്ന് പറയുകയാണ് ഇവിടെ. തദുനു ചരണചാരീതാരകൈ സാകമാരാന്നിലേതതിഷു ഖേലൻ ബാലരാപല്യശാലി ഭവനസുഖവിലാളാൻ വത്സകാംശാനുധാവൻ കഥമവി കൃതഹാസേദ്ഗോപകൈർവാരിതോ ഭൂ. 6ാമത്തെ ശ്ലോകത്തിൽ പറയണു, ഇങ്ങനെ നടന്നു തുടങ്ങി എന്നൊക്കെ പറഞ്ഞല്ലോ. ഉണ്ണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തുടങ്ങി, പശുക്കളുടെ പിന്നാലെ ഓടി തുടങ്ങി. അപ്പോൾ പലരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയൽ വീടുകളിലെ മറ്റുള്ള കുട്ടികളുമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് കൗതുകം കാണിച്ചുകൊണ്ട് പല വികൃതികളും കാണിക്കാനായിട്ട് തുടങ്ങി. ഭാരചാബല്യശാലി, ഭാരചാബല്യങ്ങളോടുകൂടി. തദനു ചരണചാരി ആരാത് നിലയതതിഷു ധാരകൈ സാകം ഖേലൻ. അയൽ വീടുകളിലെ കുട്ടികളുമായിട്ട് പല കളികളും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലത്തെ കൗതുകം തോന്നിക്കൊണ്ട് പല വികൃതികളും കാട്ടുന്നു ഉണ്ണികൾ. ഭവനസുഖവിലാളാൻ, ഈ വീടുകളിൽ വളർത്തുന്ന സുഖം എന്ന് പറഞ്ഞ തത്തയും പൂച്ചകളെയൊക്കെ ഓടിച്ചെന്ന് പിടിക്കാൻ തുടങ്ങും. മത്സകാൻ ച അനുധാവൻ, കുട്ടികളെ ഈ ചെറിയ ചെറിയ പൂച്ചകളെയും നായ്ക്കളെയൊക്കെ പോയി പിടിക്കാനായിട്ട് ഓടിച്ചെല്ലും. തത്തകളെയൊക്കെ പിടിക്കാനായിട്ട് ഓടിച്ചെല്ലും. ഗോപൈകൈ കൃതഹാസൈ കഥമവിവാരിത അഭൂ. അത് കാണുമ്പോൾ ഗോപന്മാരൊക്കെ പൊട്ടിച്ചിരിച്ച് അങ്ങനെ അവരുടെ ആ സന്തോഷത്തിൽ
പങ്കുചേരും എന്ന് പറയാണ്. ഹരധരസഹിതസ്വം യത്ര യത്രോപയാതോ വിവശപതിതനേത്രാസ്തത്ര തത്രൈവ ഗോപ്യ വിഗളിതഗൃഹകൃത്യാ വിസ്മൃതാപത്യഭൃത്യ മുരഹര മുഹുരത്യന്താകുലാം നിത്യമാസൻ. ഭഗവാനോട് പറയാണ്, ഉണ്ണിയോട് പറയാണ്, ഭട്ടതിരിപ്പാട് പറയാണ്, മുരഹര, അല്ലയോ മുരാരേ, വിഷ്ണു ഭഗവാനെ, അവിടുത്തെ സഹോദരൻ ബലരാമനും കൂടി ചേർന്ന് എന്തെല്ലാം ലീലകളാണ് അങ്ങ് ആടിയിരിക്കുന്നത്. എവിടേക്കെല്ലാമാണ് അങ്ങ് ഓടിച്ചെന്നത്. എത്രയെത്ര ഉപയാത തത്രയേവാം, എവിടേക്കെല്ലാം ഓടിച്ചെന്നുവോ അവിടേക്കെല്ലാം വിവശപതിതനേത്രാഗോപ്യ, ആ ഗോപികമാര്, അയൽവക്കത്തെ ഗോപന്മാരുടെ പത്നിമാര്, സഹോദരിമാരെ എല്ലാം പാരവശ്യത്തോടുകൂടി ആ ഗോപികമാര് അങ്ങേ നോക്കിക്കൊണ്ടിരുന്നില്ലേ. വിഗളിത ഗൃഹകൃത്യാം വിസ്മൃതാപത്യഭൃത്യാം, അവർക്ക് വീട്ടുവേലകളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ തീർന്നു. അവരുടെ മക്കളെയും അവരുടെ ഭൃത്യജനങ്ങളെയൊക്കെ അവർ മറന്നുപോയി എന്നർത്ഥം ഉണ്ണികളുടെ കളി കണ്ടിട്ട്. നിത്യം മുഹു അത്യന്ത ആകുല ആസൻ, അങ്ങനെ അവര് മേൽക്കുമേൽ ആകുലകളായിത്തീർന്നു, പരവശകളായിത്തീർന്നു എന്ന് പറയുകയാണ്. അവനവൻ്റെ കടമകളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവര് എത്തി. ഭഗവാന്റെ ലീല കണ്ട് ആനന്ദിക്കുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ തന്നിൽ ഞങ്ങളിൽ അലിഞ്ഞു ചേരും എന്ന് പറയാം, ലയിച്ചു ചേരും. പിന്നെ നമുക്ക് മറ്റുള്ള ചിന്തകളൊന്നും മനസ്സിലില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതേപോലെ ഇവിടെ കുട്ടികളെല്ലാം കുറച്ച് വലുതായി മുട്ടുകളൊക്കെ ഭൂമിയിൽ വെച്ച് വലിക്കാതെ തന്നെ നിവർന്ന കാലുകളൊക്കെ ഊന്നി ഗോകുലത്തിൽ പല സ്ഥലത്തും പ്രയാസം കൂടാതെ നടക്കാൻ അവർക്ക് സാധിച്ചു തുടങ്ങിയെന്നർത്ഥം. വലുതായി ഈ കുട്ടികൾ. സാധാരണ കുട്ടികളൊക്കെ നടക്കാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ അവർ നടക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണല്ലേ, വളരെ കൗതുകമാണ്. ഇവിടെ പ്രത്യേകിച്ച് കൃഷ്ണൻ രാമനും ആ കാലഘട്ടം മുതൽക്ക് തന്നെ അവരിലുള്ള ഒരു ദിവ്യത്വം ഉണ്ടല്ലോ, ഒരു ആത്മീയ ശക്തി ഉണ്ടല്ലോ അവരുടെ ഉള്ളിൽ. അതിൻ്റെ ഫലമായിട്ടാണ് തോന്നുന്നു ഭക്തന്മാർക്കൊക്കെ വല്ലാത്തൊരു മായ ബാധിച്ച പോലെ, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭഗവത്ലീലകളിലേക്ക് മനസ്സങ്ങനെ ലയിച്ചു ചേരുന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥ ചിന്തിക്കുമ്പോൾ ഋഷീശ്വരന്മാർക്ക് പോലും ആനന്ദാനുഭവം ഉണ്ടാകാറുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയണോ എന്ന് ചോദിക്കുകയാണ്. ഒരു ആകർഷണത്വം ഉണ്ണികളുടെ ലീലകളിലെ ഒരു ആകർഷണത്വം തോന്നി തുടങ്ങി. അവരുടെ പിച്ച വെച്ചുള്ള നടത്തവും കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഓടാൻ തുടങ്ങുന്ന ആ അവസ്ഥയും എല്ലാം. തതസ്തു ഭഗവാൻ കൃഷ്ണോ വയസ്യർവ്രജപാലകൈ സഹ രാമോ വ്രജസ്ത്രീണാം ക്രീഡയെ ജനയന്മുദം. രണ്ടുപേരുടെയും, കൃഷ്ണൻ്റെയും രാമൻ്റെയും ബാലലീലകളെങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾക്ക് പ്രത്യേക ഒരു പ്രാധാന്യത ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ ബലരാമനോട് കൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ തനിക്ക് സമാനമായിട്ടുള്ള വയസ്സും അതുപോലെ തന്നെ സ്വഭാവ ഗുണമൊക്കെ ഉള്ള മറ്റുള്ള ചങ്ങാതിമാരോടുകൂടി, ഗോപന്മാരോടുകൂടി ചേർന്ന് പലവിധ ലീലകളും കാണിക്കാനായിട്ട് തുടങ്ങിയതാണ്. അയൽവക്കത്തേക്കൊക്കെ ഓടിപ്പോകാൻ തുടങ്ങിയപ്പോൾ അയൽവക്കത്തുള്ള കുട്ടികളുമായിട്ടൊക്കെ വലിയ അടുപ്പമായി തുടങ്ങി. അത് കണ്ട് ഗോപശ്രീകൾക്കൊക്കെ വളരെയധികം സന്തോഷം തോന്നി. തങ്ങളുടെ കുട്ടികളോടൊക്കെ കൂടി ഒത്തുചേർന്നുകൊണ്ട് കൃഷ്ണൻ രാമനും കളിക്കാൻ തുടങ്ങിയപ്പോൾ ഗോപശ്രീകൾക്ക് തൻ്റെ ആ സ്നേഹത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു കൃഷ്ണൻ എന്ന് പറയാൻ വേണമെങ്കിൽ. ഭഗവാന്റെ ലീലകളൊക്കെ ഗോപികളുടെ ഹൃദയത്തിൽ ഭഗവാനെ പറ്റിയിട്ടുള്ളൊരു പരമപ്രേമം ഉറപ്പിക്കാൻ ഇടയായിത്തീർന്നു. എന്തോ ഒരു അഭേദ്യമായിട്ടുള്ളൊരു സ്നേഹബന്ധം, ഒരു പ്രേമബന്ധം ഈ ഗോപികമാർക്ക് ആ ഉണ്ണികളോട് തോന്നാനായിട്ട് തുടങ്ങി. കൃഷ്ണസ്യ ഗോപ്യോരുചിരം വീക്ഷ്യ കൗമാര ചാപലം ശൃണ്വത്യാകില തന്മാതു ഇതി ഹോജുസമാഗതാം
അങ്ങനെ ആ ഉണ്ണിയുടെ ബാലചാബല്യം കൊണ്ട് വളരെയധികം സന്തുഷ്ടകളായ ഗോപശ്രീകളെ എല്ലാവരും ഒരുമിച്ച് പലപ്പോഴും യശോദാമ്മയുടെ അടുത്ത് വരുത്രേ. എന്നിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നുണ്ടായ സംഭവങ്ങളെ പറ്റിയിട്ടും ഉണ്ണികൾ കാണിച്ച കുറുമ്പുകളെ പറ്റിയിട്ടും. അത് ആക്ഷേപം കൊണ്ട് പറയുന്നതല്ല, സന്തോഷം കൊണ്ട് പറയണതാ. ഇപ്പൊ പറയും, ചിലപ്പോൾ ഈ ഉണ്ണി വന്നിട്ട് പശുക്കുട്ടികളെയൊക്കെ അഴിച്ചുവിടും, വ്രജത്തിലെ ബദ്ധപ്പാട് കണ്ട് വിനോദിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഓടിപ്പോകും. ചിലപ്പോൾ തൈരും പാലും ഒക്കെ കട്ടെടുത്ത് തിന്നും. സ്ഥേയയോഗം, കളവിനുള്ള സാമർഥ്യമുണ്ട് ഈ ഉണ്ണികൾക്ക്. ഒക്കെ ചിലപ്പോൾ എടുത്തങ്ങനെ തിന്നും, ചിലപ്പോൾ അവിടെയൊക്കെ വാരി വലിച്ചിടും. ചിലപ്പോൾ കുരങ്ങുകൾക്കൊക്കെ കൊടുക്കണത് കാണാം. ചിലപ്പോൾ അത് വെച്ച പാത്രം, തൈരും എണ്ണയൊക്കെ വെച്ച പാത്രം എടുത്ത് ഉടച്ചങ്ങോട്ട് കളയും കുട്ടികൾ. തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ദേഷ്യം ഭാവിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോകത്രേ. ഇങ്ങനെയൊക്കെ പലതും പറയാൻ തുടങ്ങിയതാണ് യശോദാമ്മയോട്, രോഹിണി ദേവിയോടൊക്കെ. വത്സാൻമുഞ്ചൻ ക്വചിത സമയേ ക്രോശസംജാതഹാസ സ്ഥേയം സ്വാദ്വത്യഥ ദധിപയക്കൽപ്പിതൈസ്തേയയോഗൈ മർക്കാൻ ഭോക്ഷൻ വിഭജതി സചെന്നാത്തി ഭാണ്ഡം ഭിനത്തി ദിവ്യാലാഭേ സ ഗൃഹകുപിതോ യാത്യുപക്രോശ്യതോകാൻ. യശോദാമ്മോട് പറയാണ്, യശോദാമ്മേ, ഈ കൃഷ്ണൻ എന്തെല്ലാം ചെയ്യുന്നറിയോ? ഞങ്ങളുടെ വീട്ടുകളിലൊക്കെ വന്നിട്ട് ചിലപ്പോൾ പശുക്കുട്ടികളൊക്കെ, ഞങ്ങൾ കെട്ടിയിരിക്കുന്ന പശുക്കുട്ടികളൊക്കെ ഞങ്ങൾ കാണാതെ വന്ന് അഴിച്ചങ്ങോട്ട് വിടും. അപ്പോൾ പശുക്കുട്ടികളെ പോയി പാല് കുടിക്കില്ലേ? പിന്നെ കറക്കാൻ പോയാൽ പാല് കിട്ടുമോ? അതെല്ലാം കണ്ടിട്ടൊന്ന് ശകാരിക്കാൻ തുടങ്ങിയാൽ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ഇങ്ങനെ ഓരോ തമാശകളൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് ഉണ്ണി. ഞങ്ങൾ വളരെ രഹസ്യമായിട്ടാണ് ഇപ്പം എന്നിട്ട് വെണ്ണയൊക്കെ എടുത്ത് വയ്ക്കാറ്. വെണ്ണ, നെയ്യ്, പാല്, തൈരൊക്കെ ഞങ്ങൾ വളരെ അധികം സൂക്ഷിച്ച ഒരു മുറിയിലൊക്കെ കെട്ടി തൂക്കി എടുത്തു വയ്ക്കും. പക്ഷെ ചില സമയത്ത് ഞങ്ങൾ കാണാണ്ട് വന്നുകൊണ്ട് എടുത്ത് തിന്നും. എന്നാ അവർ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് മതിയാക്കി പോവൂല. തൊട്ടപ്പുറത്തുള്ള പക്ഷികൾക്കും കുരങ്ങുകൾക്കൊക്കെ ഭാഗിച്ചു കൊടുക്കും. പിന്നെയും പാത്രത്തിൽ ബാക്കിയുണ്ടെങ്കിൽ ആ പാത്രം താഴത്ത് കുത്തി ഒട്ടത്തിട്ടാണ്ട് ഓടിപ്പോവും. ഈ ശബ്ദം കേട്ട് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഉണ്ണികളെ അവിടെ കാണില്ല. ഞങ്ങൾ എന്തെങ്കിലും സൂക്ഷിച്ച് വെച്ച് സാധനം അവർക്ക് കുട്ടികൾക്ക് കിട്ടാണ്ട് വന്നാൽ എല്ലാവരും കൂടി വന്ന് ബഹളം വയ്ക്കും. ഞങ്ങളുടെ നേർക്കൊക്കെ ക്രോധിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കും. തൊട്ടിലിൽ ഉറക്കി കിടന്ന കുട്ടികളെയൊക്കെ ഉണർത്തി വിട്ടുകൊണ്ട് ഈ ഉണ്ണികൾ അങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോകും. അവർക്ക് തന്നെക്കുറിച്ച് പരമഭക്തി ഉണ്ടെന്ന് ഭഗവാൻ അറിയുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടെന്ന് പറയാണ്. അവരുടെ സകലത്തെയും അവർക്ക് ഈ കൃഷ്ണനും രാമനും കൊടുക്കാൻ യാതൊരു മടിയില്ല. ഭഗവാൻ അവരെ സ്വാധീനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അഭേദമായിട്ടൊരു ഭാവനയോടുകൂടി തന്നെ അവർ സ്വീകരിച്ചു, തങ്ങളെ രണ്ടുപേരെയും അവർ സ്വീകരിച്ചു എന്നുള്ള ഭാവത്തിൽ ബലമായെടുത്ത് മോഷ്ടിച്ച് തിന്നാലും ശരി ഗോപികമാർക്ക് യാതൊരു ആക്ഷേപമില്ല എന്നർത്ഥം. അധികമായിട്ടൊരു സന്തോഷമാണ് അവർക്കുണ്ടാകുന്നത്. ഭക്തകളായിട്ട് ഗോപികളുടെ ആ തൈര്, നെയ്യ്, പാല് മുതലായൊക്കെ മോഷ്ടിച്ച് അനുഭവിക്കുമ്പോൾ ആ ഗോപികമാർക്കുണ്ടാകുന്ന അതിയായ സന്തോഷം, ശരിക്കും പറഞ്ഞാൽ ആ സന്തോഷമാണ് ഇവിടെ യശോദയെ അറിയിച്ചത് എന്നർത്ഥം. അല്ലാണ്ട് ആക്ഷേപം പറഞ്ഞ് ഉണ്ണികൾക്ക് രണ്ടടി മേടിച്ചു കൊടുപ്പിക്കാൻ ഉള്ള വക്രബുദ്ധി ഒന്നുമല്ല ഗോപികമാർക്ക്. അവർക്ക് ഇതെല്ലാം പറയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദാനുഭവം. സ്വന്തം ഭക്തന്റെ സ്വാധീനത്തിലുള്ള ഏതൊന്നിനും അവകാശി അവനല്ല എന്ന് പറയാണ്. താനാണ് എന്നുള്ള ഭഗവാന് ആ രഹസ്യത്തെ കാണിച്ചു കൊടുക്കുന്നു. അവൻ തൻ്റെ ഭക്തൻ എന്ത് ചെയ്താലും, അറിഞ്ഞിട്ടോ അറിയാതെ എന്ത് ചെയ്താലും ശരി, അതിനെയെല്ലാം ഭഗവാൻ അറിഞ്ഞ് അതൊക്കെ വേണ്ട വിധത്തിലാക്കി തീർക്കും.
തൻ്റേതായിട്ട് എടുക്കുന്നർത്ഥം. അതിൻ്റെ ഫലം, തൻ്റെ ഭക്തന്മാർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ അനുഭവിക്കുകയും ചെയ്യും. തന്നെ ആശ്രയിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഫലം കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കുരങ്ങുകൾക്കൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ. ആർക്കാണോ അത് വേണ്ടത് അവർക്കത് അനുവദിച്ചു കൊടുക്കും ഭഗവാൻ എന്നർത്ഥം. ശാസ്ത്രം കൊണ്ടും മറ്റും ഭഗവാന്റെ ഈ രഹസ്യത്തെ അറിയാൻ വളരെ എളുപ്പമല്ല എന്ന് പറയാണ്. എപ്പോഴെങ്കിലും എന്തെങ്കിലും നമ്മൾ ഭഗവാൻ സമർപ്പണം ചെയ്ത്, അഥവാ നമ്മൾ സമർപ്പണം ചെയ്യാതെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഒരു എതിർഫലം, എന്തെങ്കിലും ഒരു ആപത്ത് അപ്പോൾ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭഗവത് കാരുണ്യത്തോടുകൂടി ഭഗവാന് സമർപ്പിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ തീർച്ചയായിട്ടും ഭഗവാന്റെ കാരുണ്യത്തിന് നമ്മൾ പാത്രീഭൂതമാക്കി തീർക്കും. ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ ഫലം നമുക്ക് അപ്പോൾ തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഹസ്താഗ്രാഹ്യേരതൈതി വിധിം പീഠകോലൂഖലാദ്യയും ഛിദ്രം ഹ്യന്തർനിഹിതവൈനശിക്യ ഭാണ്ഡേഷു തദ്വിൽ ധ്വാന്താകാരേ ധൃതമണിഗണം സ്വാംഗമർത്ഥപ്രദീപം കാലേ ഗോപ്യോ യർഹി ഗൃഹകൃത്യേഷു സുവ്യഗ്രചിത്താ. എന്നിട്ട് പിന്നെയും ഗോപികളൊക്കെ ചിലപ്പോൾ യശോദയുടെ അടുത്ത് വീണ്ടും വീണ്ടും ഇങ്ങനത്തെ ഓരോന്നൊക്കെ പറയും. ഞങ്ങൾ വീട്ടിൽ ചില ജോലികൾ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഉണ്ണികൾ വന്ന് വീട്ടിനകത്ത് കിടക്കും. ചിലപ്പോൾ പാല്, നെയ്യ് മുതലായ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ കൈകൊണ്ട് എടുക്കാൻ സാധിക്കില്ല വെച്ചാൽ, എത്താത്ത ഉയരത്തിലാണെങ്കിൽ ഉരലൊക്കെ കൊണ്ടുവന്ന് വെച്ച് ആ പാത്രത്തിന് മീതെ വെച്ചുകൊണ്ട് അതിൻ്റെ മീതെ കയറിക്കൊണ്ട്, ഇനി അതും ഉയരം മതിയായില്ല എന്ന് വന്നാൽ അതിൻ്റെ മീതെ ഒരു പീഠമൊക്കെ എടുത്തു വെച്ചുകൊണ്ടും ഉറിയിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന പാത്രങ്ങളാണ് അവിടെ ഇരിക്കുന്നത് എന്നെല്ലാം അവർക്കറിയാം. പാത്രത്തിൻ്റെ അവിടുന്ന് ഒരു എന്താ പറയുക, ഒരു ദ്വാരമുണ്ടാക്കി, മൺപാത്രമൊക്കെ അല്ലേ, ദ്വാരമൊക്കെ ഉണ്ടാക്കി കലത്തിൽ ധാരയായിട്ട് തൈരോ പാലോ ഒക്കെ ഇങ്ങനെ വീഴുമ്പോൾ അത് വായിൻ്റെ ഉള്ളിലേക്ക് വീഴത്തക്ക വിധത്തിൽ അങ്ങനെ പാകത്തിന് നിന്നുകൊണ്ട് അതിങ്ങനെ മുഴുവൻ കുടിക്കും എന്ന് പറയാം. അതൊക്കെ നല്ലവണ്ണം അറിയാം ഈ ഉണ്ണികൾക്ക്, അത്തരം വികൃതികൾ. സാധാരണ അതിന് ഇരുട്ടുള്ള മുറികളിലാണ് സാധനങ്ങൾ വെച്ചതെങ്കിലും അവർക്ക് പ്രത്യേക വെളിച്ചമൊന്നും ആവശ്യമില്ല. കാരണം സ്വന്തം ദേഹം തന്നെ വിളക്കിന് സമാനമാണ്, പ്രകാശമാനമാണ് എന്നർത്ഥം. ഏത് ദിക്കിലാണെങ്കിലും അവർക്ക് കണ്ടുപിടിക്കാൻ യാതൊരു വിഷമവുമില്ല. അവരുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളുടെ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൽ അവർക്ക് എല്ലാം കാണാൻ സാധിക്കും. ഈ ഉടമസ്ഥൻ ഗൃഹത്തിൽ വെച്ച് സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ അത് അറിഞ്ഞുകൊണ്ട് കൈവശപ്പെടുത്താൻ, അതുപോലെ തന്നെ ഉടമസ്ഥനറിയാതെ അത് എടുത്തു കൊണ്ടുവന്ന് സ്വീകരിക്കാൻ നല്ല സാമർഥ്യമുള്ള കള്ളന്മാർക്കല്ലേ സാധിക്കുള്ളൂ. യശോദാമ്മയുടെ പുത്രന് അതൊക്കെ സാധിക്കണ്ടെന്ന് സൂചിപ്പിക്കുകയാണ്. കഴിവുള്ളവനാണ് അവൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ചരാചരങ്ങളുടെയും ഹൃദയമാകുന്ന ഗുഹയിൽ ഇരുന്നു കൊണ്ട് സകല വൃത്തികളെയും അറിയുന്ന ആ കണ്ണൻ, പക്ഷെ ആ പ്രവൃത്തികളൊക്കെ തൻ്റേതാണ് താൻ ചെയ്യുന്നതാണ് എന്നുള്ള ഭാവത്തിൽ മൂഢജനം കരുതുന്നു. പക്ഷേ ആ ജനങ്ങളറിയാതെ ഭഗവാനെ അറിയാൻ, സർവജ്ഞനറിയാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സർവശക്തനായിട്ടുള്ള ഭഗവാന് സിദ്ധിക്കാത്ത ഒന്നുമില്ല എന്നർത്ഥം. യഥാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ആ ഭഗവാനെ സംബന്ധിച്ച് യാതൊന്നും ആവശ്യമില്ലെങ്കിലും സ്വന്തം ഭക്തന്മാർ എന്തെല്ലാം ചിന്തിക്കുന്നുവോ, എന്തെല്ലാം വിചാരിക്കുന്നതായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഭാരം ഭഗവാൻ തന്നെ സ്വീകരിക്കണം. ഭക്തന്മാർക്ക് ഈ ലോകത്തെ അവരുടെ എന്നുള്ളൊരു ഭാവനയോടെ
ഇരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ്. അവർക്ക് സാധുക്കളായിട്ടുള്ള അവർക്ക് ചെയ്യേണ്ട പ്രവർത്തികളും ചെയ്യേണ്ടതിനെ പറ്റിയിട്ടൊക്കെ മുഴുവൻ അറിയില്ല എങ്കിലും, ആലോചന ഉണ്ടായില്ല എങ്കിലും ശ്രീ ഭഗവാൻ അവർ ചെയ്യുന്ന എല്ലാ വ്യാപാരങ്ങളെയും അറിഞ്ഞുകൊണ്ട് അവരുടെ പുണ്യപാപങ്ങളെ മുഴുവൻ വേണ്ട വിധത്തിൽ നിയന്ത്രിച്ച് പാപങ്ങളെയൊക്കെ സംഹരിച്ച് അവർക്കുള്ള ബന്ധത്തേക്ക് തീർക്കുന്നു, മമതാബന്ധത്തേക്ക് തീർക്കുന്നു. അവരുടെ കാര്യങ്ങളെല്ലാം ഭഗവാൻ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയുള്ള പല വിധത്തിലുള്ള ലീലകളാണ് അവർ കാണിച്ചത് എന്ന് ഭാഗവതത്തിൽ പറയുന്നു. അതുപോലെ തന്നെ നാരായണീയത്തിലും പ്രതിനവനവനീതം ഗോപികാദത്തമിച്ഛൻ കളമതോപഗായൻ കോമളം ക്വാപി നിത്യൻ സദയ യുവതി ലോകൈർ അർപ്പിതം സർപ്പിരശ്നൻ ക്വചന നവവിപക്വം ദുഃഖമപ്യാപിബസ്ത്വം. ഗോപികാദത്തം പ്രതിനവനവനീതം ഇച്ഛൻ, ഗോപികൾ കൊടുത്തിട്ടുള്ള പൊതുവായിട്ടുള്ള എണ്ണങ്ങളൊക്കെ കുതിച്ചുകൊണ്ട് ചിലപ്പോൾ അവിടെ ചെന്ന് ക്വാപി കളപദം ഉപഗായൻ, മധുരങ്ങളായ പാട്ടുകളൊക്കെ പാടി നൃത്തം ചെയ്തുകൊണ്ടും ഒക്കെ വേറെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറെ വിധം ലീലകളാണെന്ന് അർത്ഥം. അങ്ങനെ അവർ കൊടുത്ത നെയ്യും എണ്ണയൊക്കെ അകത്താക്കുന്ന സമയത്ത് നവവിപക്വം ദുഗ്ധം അഭിത്വം ആപിബാം, അവരിൽ നിന്ന് അപ്പോൾ തന്നെ കാച്ചി ചുടുപാലൊക്കെ വാങ്ങി കുടിക്കും ഉണ്ണികൾ എന്ന് പറയാണ്. എന്താണോ തൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ തൻ്റെ അയൽവക്കക്കാർ തൻ്റെ ഭക്തന്മാർ നൽകിയത് അതെല്ലാം സ്വാദിഷ്ടമായിട്ട് സേവിച്ചു കഴിച്ചു ഭഗവാൻ. മമ ഖലു ബലിഗേഹേ യാചനം ജാതമാസ്താമിഹ പുനരബലാനാമഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമതിഃ കിം ദേവ സംത്യജ്യ യാച്ഞാം ദധികൃതമഹരസ്വം ചാരുണാം ചോരണേന. ബലിഗേഹേ യാചനം മമജാതം ഖലു ആസാം, മഹാബലിയുടെ അടുത്ത് പോലും യാചിക്കുക എന്നുള്ളൊരു കർമ്മം ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിലോ ഇഹപുന അബലാനാം അഗ്രത ന ഏവ കുർവേ, ഇവിടെയാട്ടെ ഇങ്ങനെ യാചനയൊന്നും ഇല്ല എന്നർത്ഥം. ഈ ഗോപസ്ത്രീകളുടെ മുന്നിൽ ഞാൻ യാചിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ, ദൃഢനിശ്ചയത്തിൽ, അല്ലയോ ദേവ ത്വം യാച്ഞാം സംത്യജ്യ, അങ്ങ് ആ യാചനം ചെയ്യുക എന്നുള്ള പ്രവൃത്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് മോഷണം ചെയ്യാൻ തയ്യാറാവുകയുണ്ടായത്. ചാരുണ ചോരണേന ദധികൃതം അഹര, അങ്ങനെ വിദഗ്ധമായിട്ടുള്ള മോഷണം വഴിക്കാണ് ഇവിടെ ഓരോ ഗവ്യങ്ങളും അങ്ങ് കവരാനായിട്ട് തുടങ്ങിയത് എന്നർത്ഥം. ഈ ഗോപികമാര്, ഈ അമ്മമാര്, ഈ സഹോദരിമാരെ ഇവരെല്ലാം തൻ്റേതാണ്, തൻ്റെ ഭക്തന്മാരാണ്, ഭക്തകളാണ് എന്നുള്ള തീരുമാനത്തിൽ അവരിൽ നിന്ന് എന്തെല്ലാം അവർ സമർപ്പിച്ചില്ലയോ അതൊന്നും നോക്കാതെ അവരിൽ നിന്ന് അതെല്ലാം സ്വീകരിച്ചു ഭഗവാൻ. ഗവ്യങ്ങളെല്ലാം മോഷ്ടിച്ചെടുത്തു എന്നർത്ഥം. തവ ദധികൃതമോഷേ ഘോഷയോഷാജനാനാം അഭജിത ഹൃദിരോഷോ നാവകാശം ന ശോകാം ഹൃദയമവിമുഷിത്വാ ഹർഷസിന്ധോന്യഥാസ്ത്വം സ മമ ശമയരോഗൻ വാദഗേഹാധിനാഥ. തവ ദധികൃതമോഷേ, അങ്ങയുടെ ആ ഗവ്യമോഷണത്തിൽ, ഈ പാല്, തൈര്, നെയ്യ് ഇതെല്ലാം മോഷ്ടിക്കുന്ന അങ്ങയുടെ ആ വിഷയത്തിൽ ഘോഷയോഷാജനാനാം ഹൃദി, ഈ അമ്പാടിയിലുള്ള ഈ ശ്രീജനങ്ങളുടെ മനസ്സിൽ ന രോഷ ന ശോക, ഒരു കോപം ഉണ്ടായിട്ടില്ല, ഒരു ദേഷ്യം ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. കോപത്തിനോ താപത്തിനോ ഒന്നും ഒരു ഇടം കിട്ടിയിട്ടില്ല അവരുടെ മനസ്സിൽ. എന്താ കാരണം? ത്വം ഹൃദയം അവിമുഷിത്വാം ഹർഷസിന്ധോ ഉന്യഥാം,
കാരണം അവരുടെ ഹൃദയത്തിൽ പോലും അങ്ങ് പ്രവേശിച്ച് ആ ഹൃദയത്തെ അങ്ങ് കവർന്നെടുത്തുകൊണ്ട് അതിനെ സന്തോഷത്തിൽ അങ്ങോട്ട് മുക്കി സന്തോഷ സാഗരത്തിലായി കഴിഞ്ഞു ആ ഗോപശ്രീകളെല്ലാം. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അതിന് യാതൊരു വിധത്തിലുള്ള കോപം ഉണ്ടായിട്ടില്ല, താപങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ദുഃഖങ്ങളൊന്നും അവർക്കുണ്ടായില്ല. അവർക്കുള്ളിൽ സന്തോഷമായിരുന്നു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ വാതഗേഹാധിനാഥ, വാതഗേഹത്തിൻ്റെ അധിനാഥനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പ, അവിടുന്ന് സ മമ രോഗാൻ ശമയാം, അവിടുന്ന് ഈളവൻ്റെ രോഗങ്ങളൊക്കെ ശമനം വരുത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആധിഭൗതികവും ആധിദൈവികവും ആധ്യാത്മികവുമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും തീർത്ത് ഈളവനെ രക്ഷിക്കണേ, ഈളവൻ്റെ എല്ലാ അസുഖങ്ങൾക്കും ശമനം വരുത്തി തരണേ എന്നുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന, അതുപോലെയുള്ള പ്രാർത്ഥന. അങ്ങനെ ഭഗവാന്റെ ബാലലീലകളാണ്. മുട്ടുകുത്തി നടന്ന് ഓടി നടന്ന് അയൽവക്കത്തുമെല്ലാം ഓടി നടന്ന് ആ ദേശം കാലം എല്ലാം ആകർഷകമാക്കി തീർത്ത ഉണ്ണിക്കണ്ണൻ്റെ ലീലകൾ, അതാണ് നമ്മൾ കേട്ടത്. എല്ലാം ഭഗവത്പാദങ്ങൾ സമർപ്പിക്കണം. എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.